മക്കളെ, ഇന്ന് ഏപ്രിൽ 30. ഇന്നിതാ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ജെറുസലം വചനകൂടാരത്തിലെ എല്ലാ ശുശ്രൂഷകരോടും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയെ, എല്ലാ ഭവനങ്ങളിലേക്കും വരണമേ. മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, നിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഓരോ കുടുംബങ്ങൾക്ക് നൽകണമേ. മക്കളെ, ഈ രാത്രി അനേകം രോഗികളുടെ പക്കലേക്ക് ഈശോ കടന്നു വരാൻ പോവുകയാണ്. പലതരത്തിലുള്ള പൈശാചിക പീഡകളാൽ ക്ലേശിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഈശോ ഈ രാത്രി കടന്നു വരികയാണ്. രോഗിക്ക് രോഗസൗഖ്യം നൽകാൻ, പാപശാപ ബന്ധനങ്ങൾ എടുത്തു മാറ്റാൻ ഈശോ നീ രോഗിയാണെങ്കിൽ നിന്റെ പക്കലേക്ക് വരികയാണ്. ലൂക്ക 5:12. ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് ചോദിക്കുകയാണ്, മനസ്സുണ്ടെങ്കിലോ എന്നോ? മനസ്സുണ്ട് എനിക്ക്. കർത്താവിന് മനസ്സുണ്ട്. നിന്റെ കുടുംബത്തെ ഗുണകരമാക്കി തീർക്കുവാൻ കർത്താവിന് മനസ്സുണ്ട്. നിന്റെ രോഗപീഠകളിൽ നിന്ന് നിനക്ക് സൗഖ്യം തരാൻ കർത്താവിന് മനസ്സുണ്ട്. നിന്റെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ, ശരീരത്തിൻ്റെ സൗഖ്യം നൽകാൻ ഈ രാത്രിയിൽ ഈശോ നമ്മുടെ പക്കലേക്ക് വരികയാണ്. നിനക്ക് വളർച്ച തരാൻ, നിന്റെ മക്കൾക്ക് നന്മയുണ്ടാകാൻ, എല്ലാവിധ തിന്മകളും വിട്ടുപോകാനായിട്ട് കർത്താവിന് മനസ്സുണ്ട്. പ്രകടമായ അനുഗ്രഹം കർത്താവ് തരാൻ പോവുകയാണ്. കുടുംബത്തെ കർത്താവ് ഏറ്റെടുക്കാൻ പോവുകയാണ്. അനേകരുടെ കർത്താവിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസത്തെ കർത്താവ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഓരോരുത്തരുടെയും ആത്മാവിൽ കർത്താവ് പ്രവർത്തിക്കുകയാണ്. പാരമ്പര്യ രോഗങ്ങൾ യേശുവിന് സുഖപ്പെടുത്താൻ മനസ്സുണ്ട്. വ്യക്തിപരമായിരിക്കുന്ന രോഗങ്ങളിലേക്ക് കർത്താവിന് സുഖപ്പെടുത്താൻ അവിടത്തേക്ക് ആഗ്രഹമുണ്ട്. ആഭിചാര പ്രവൃത്തികൾ നിൻ്റെ അടുത്തേക്ക് വരാൻ ഈശോയ്ക്ക് സാധിക്കും. നിൻ്റെ ഏത് ആവശ്യങ്ങളുടെ മേലും കർത്താവിന് ഭരണം നടത്തുവാൻ സാധിക്കും. ഒന്നു മാത്രം, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ നമ്മുടെ പക്കലേക്ക് വന്ന് നമ്മെ വാരി പുണർന്നുകൊണ്ട്, നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറവുകളും ക്ഷമിച്ചുകൊണ്ട് ധൈര്യമായിരിക്കുക, വിശ്വസിക്കുക, നിനക്ക് അത്ഭുതങ്ങൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഓരോരുത്തരും ശക്തിപ്പെടുത്തുകയാണ്. ഡോക്ടർമാർ, നഴ്സുമാർ, തൊഴിലാളികൾ, വൈദികർ, പ്രേക്ഷിതർ, ശുശ്രൂഷകർ, എല്ലാവരുടെ അടുത്തേക്കും ഈശോ കടന്നു വരികയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.